ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒന്നാണ് ജാം. നമ്മളിവിടെ പറയുന്നത് പോലെ ജാം തയ്യാറാക്കുകയാണെങ്കിൽ 6 മാസം ഒരു കേടും കൂടാതെ നമുക്ക് ഫ്രിഡ്ജിലല്ലാതെ തന്നെ എടുത്തു വെക്കാവുന്നതാണ്. അപ്പം നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. ഇതിനായി നമ്മളിവിടെ എടുത്തിട്ടുള്ളത് 1.5 കിലോ തൂക്കമുള്ള ഒരു പൈനാപ്പിളാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നതിൻ്റെ മുന്നേ ഉള്ള തൂക്കമാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. നമുക്കിത് പെട്ടെന്ന് തൊലി കളയാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് തൊലി കളഞ്ഞെടുക്കാം. അപ്പോൾ തൊലി കളയുന്ന ടൈമിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പൈനാപ്പിളിൻ്റെ ആ കുത്തുള്ള ഭാഗത്ത് മുഴുവനായിട്ടും കത്തിയുടെ ചുണ്ടൊക്കെ ഉപയോഗിച്ച് ചുയിന്നെടുത്ത് കളയണം. അങ്ങനെ കളഞ്ഞില്ലെങ്കിൽ പൈനാപ്പിൾ ജാം ഉണ്ടാക്കുന്ന ടൈമിൽ കളറിന് ചെറുതായിട്ടൊരു വ്യത്യാസം വരും. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സിയിൽ അടിച്ചെടുക്കാൻ വലുപ്പത്തിലുള്ള പാകത്തിന് കട്ട് ചെയ്തെടുക്കുക. അതിൻ്റെ നടുവിലെ തണ്ടൊന്നും കളയാതെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ ഇത് മിക്സിയിൽ നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കാം. അപ്പോൾ അതാ നമ്മൾ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരു 5 കപ്പ് ജ്യൂസാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഏകദേശം 1 കിലോ പൈനാപ്പിൾ കൊണ്ടാണ് നമ്മൾ ഈ ജാം തയ്യാറാക്കുന്നത്. 1 കിലോ പൈനാപ്പിൾക്ക് 3/4 കിലോ പഞ്ചസാരയാണ് ചേർക്കേണ്ടത്. അപ്പോൾ കപ്പ് അളവിൽ അളക്കുകയാണെങ്കിൽ 5 കപ്പിന് 4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു ഓവർ മധുരം വേണ്ടെങ്കിൽ 3.5 കപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ ജാം തയ്യാറാക്കുന്നതിനുള്ള ചട്ടിയിലേക്ക് ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ജാം തയ്യാറാക്കേണ്ടത്. അതുപോലെ തന്നെ എപ്പോഴും ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്കിതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനൊരു 4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൂടുതൽ മധുരം ഇഷ്ടമില്ലാത്തവർ 3.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. എങ്കിലും ഒരു ആവശ്യത്തിനുള്ള മധുരമുണ്ടാവും. എന്നിട്ട് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ ഇളക്കി കൊണ്ടിരിക്കുക. അപ്പോൾ നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റ് വരെ ഇപ്പോൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ലെമൺ സാൾട്ട് ചേർത്ത് കൊടുക്കണം. 1 കിലോക്ക് 1 ഗ്രാം ലെമൺ സാൾട്ടാണ് നമ്മളിതിലേക്ക് ചേർക്കേണ്ടത്. നമ്മൾ സാധാരണ നാരങ്ങ ജ്യൂസ് ചേർത്താൽ 3-4 ദിവസം മാത്രമേ എടുത്ത് വെക്കാൻ പറ്റൂ. ഇത് ചേർത്താൽ നമുക്ക് കടയിലൊക്കെ വെക്കുന്നത് പോലെ ഒരു 6 മാസം വരെ നമുക്കൊരു കേടും കൂടാതെ എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ അത് ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനിയും നമ്മൾ ഒരു 5 മിനിറ്റും കൂടെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഏകദേശം ഒരു 20 മിനിറ്റായ ടൈമിൽ ഇതുപോലെ തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര തിക്കാവുന്ന ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. കാരണം ഇത് ചൂടാറുന്ന ടൈമിൽ ഒന്നും കൂടെ തിക്കാവും. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കളറ് മാറുകയും അതുപോലെ തന്നെ ഇതുപോലെ തിക്കാവുന്ന ടൈമിലാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ടൈം ഇടയ്ക്കിങ്ങനെ ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ ആവിയൊക്കെ ഒന്ന് പോയതിന് ശേഷം മാത്രം നമുക്കിത് അടച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് 2 മണിക്കൂർ നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. അതുകൂടി ചേർത്ത് കൊടുത്താലുള്ള നമുക്ക് പൈനാപ്പിൾ ജാമിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ആ ടേസ്റ്റ് തന്നെ കിട്ടുക. ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ള ഇൻഗ്രീഡിയൻസ് പൈനാപ്പിൾ എസൻസ് ആണ്. നമ്മൾ ഏത് ഫ്രൂട്ടും കൊണ്ടാണോ ഉണ്ടാക്കുന്നത് ആ എസൻസ് 2-3 തുള്ളി ഉറ്റിച്ച് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നമ്മുടെ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒട്ടും എയർ കടക്കാത്ത കുപ്പിയിലൊക്കെ ആക്കി വെച്ചാൽ നമുക്കിത് 6 മാസം വരെ ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ എടുത്ത് വെക്കാവുന്നതാണ്. ഈ ഒരു രീതിയിൽ ഏത് ഫ്രൂട്ടും കൊണ്ടും നമുക്ക് ജാം തയ്യാറാക്കാവുന്നതാണ്. ഇനി നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം.
അപ്പം നമ്മുടെ ജാമിൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.